നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യശയ്യാപ്രവചനം 22-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ദർശന താഴ്വരയെക്കുറിച്ചുള്ള പ്രവാചകം. നിങ്ങളെല്ലാവരും വീടുകളുടെ മുകളിൽ കയറേണ്ടതിന് നിങ്ങൾക്ക് എന്ത് ഭവിച്ചു? അയ്യോ, കോലാഹലം നിറഞ്ഞും ആരവം പൂർണ്ണമായും ഇരിക്കുന്ന പട്ടണമേ, ഉല്ലസിത നഗരമേ, നിന്റെ ഹതന്മാർ വാളാൽ കൊല്ലപ്പെട്ടുവല്ലോ. പടയിൽ പട്ടുപോയവരും അല്ല, നിന്റെ അധിപതിമാർ എല്ലാവരും ഒരുപോലെ ഓടിപ്പോയിരിക്കുന്നു. അവർ വില്ലില്ലാത്തവരായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നെല്ലിൽ ഉണ്ടായിരുന്നവരൊക്കെയും ദൂരത്ത് ഓടിപ്പോയിട്ടും ഒരുപോലെ ബദ്ധരായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എന്നെ നോക്കരുത്, ഞാൻ കൈപ്പോടെ കരയട്ടെ. എൻ്റെ ജനത്തിൻ്റെ നാശത്തെ ചൊല്ലി എന്നെ ആശ്വസിപ്പിപ്പാൻ ബന്ധപ്പെടരുത്. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിങ്കൽ നിന്ന് ദർശന താഴ്വരയിൽ പരാഭവവും സംഹാരവും പരിഭ്രമവുമായുള്ളൊരു നാൾ വരുന്നു. മതിലുകളെ ഇഴിച്ചു കളയുന്നതും മലകളോട് നിലവിളിക്കുന്നതും ആയ നാൾ തന്നെ. ഏലാം കാലാളും കുതിരപ്പടയും ഉള്ള സൈന്യത്തോടുകൂടെ ആവനാഴിക എടുക്കുകയും കീറ് പരിചയുടെ ഉറ നീക്കുകയും ചെയ്തു. അങ്ങനെ നിന്റെ മനോഹരമായ താഴ്വരകൾ രഥങ്ങൾ കൊണ്ട് നിറയും. കുതിരപ്പട വാതിൽക്കൽ അണിനിരത്തും. അവൻ യഹൂദയുടെ മൂടുപടം നീക്കിക്കളഞ്ഞു. അന്ന് നിങ്ങൾ വനഗൃഹത്തിലെ ആയുധവർഗത്തെ നോക്കി ദാവീദിൻ നഗരത്തിന്റെ ഇടിവുകൾ അനവധിയെന്ന് കണ്ടു. താഴത്തെ കുളത്തിലെ വെള്ളം കെട്ടിനിർത്തി. യെരൂശലേമിലെ വീടുകൾ എണ്ണി മതിലുറപ്പിപ്പാൻ വീടുകളെ പൊളിച്ചു. പഴയ കുളത്തിലെ വെള്ളം സൂക്ഷിപ്പാൻ 2 മതിലുകളുടെ മധ്യേ ഒരു ജലാശയമുണ്ടാക്കി. എങ്കിലും അത് വരുത്തിയവങ്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞില്ല. പണ്ടുപണ്ടേ അത് നിരൂപിച്ചവനെ ഓർത്തതുമില്ല. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും രട്ടുടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും കാളയറുക്കുക, ആടറുക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെ ആയിരുന്നു സൈന്യങ്ങളുടെ യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നത്. നിങ്ങൾ മരിക്കും വരെ ഈ അകൃത്യം നിങ്ങൾക്ക് മോചിക്കപ്പെടുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളിച്ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുന്നു: നീ ചെന്ന് ഭണ്ഡാരാധിപതിയും രാജധാനി വിചാരകനുമായ ശെബ്നയെ കണ്ട് പറയേണ്ടത്, നീ എന്താകുന്നു ഈ ചെയ്യുന്നത്? നിനക്കിവിടെ ആരുള്ളൂ? ഇവിടെ നീ കല്ലറ വെട്ടിക്കുന്നത് ആർക്കായിട്ട്? ഉയർന്ന ഒരു സ്ഥലത്ത് അവൻ തനിക്കൊരു കല്ലറ വെട്ടിക്കുന്നു, പാറയിൽ തനിക്ക് ഒരു പാർപ്പിടം കൊത്തിയുണ്ടാക്കുന്നു. എടോ, നിന്നെ യഹോവ തൂക്കിയെടുത്ത് ചുഴറ്റി എറിഞ്ഞു കളയും. അവൻ നിന്നെ ഒരു പന്ത് പോലെ വിശേഷമായ ഒരു ദേശത്തിലേക്ക് ഉരുട്ടിക്കളയും. നിന്റെ യജമാനന്റെ ഗൃഹത്തിൻ്റെ ലജ്ജയായുള്ളവേ, അവിടെ നീ മരിക്കും. നിന്റെ മഹത്വമുള്ള രഥങ്ങളും അവിടെയാകും. ഞാൻ നിന്റെ ഉദ്യോഗത്തിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ സ്ഥാനത്ത് നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും. അന്നാളിൽ ഞാൻ ഹിൽക്കിയാവിൻ്റെ മകനായ എൻ്റെ ദാസനായ എല്യാക്കീമിനെ വിളിക്കും. അവനെ ഞാൻ നിന്റെ അങ്കി ധരിപ്പിക്കും. നിന്റെ കച്ച കൊണ്ട് അവനെ അരകെട്ടും. നിന്റെ അധികാരം ഞാൻ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ യെരൂശലേം നിവാസികൾക്കും യഹൂദ ഗൃഹത്തിനും ഒരു അപ്പനായിരിക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടക്കയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയും ഇല്ല. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാപ്രവചനം 22-ാം അധ്യായം
ദർശന താഴ്വരയെക്കുറിച്ചുള്ള പ്രവചനമാണ്. യെരുശലേം മലമുകളിലെ പട്ടണമാണെന്ന് നമുക്കറിയാം. എന്നാൽ അതിന് സമീപത്തുള്ള കിദ്രോൻ താഴ്വര പ്രസിദ്ധമാണ്. ആ താഴ്വരയിൽ ഉപവാസവും മാനസാന്തരവും നടക്കാറുണ്ട്. ഉണർവുണ്ടാകുന്ന കാലത്ത് വിഗ്രഹങ്ങളെ കിദ്രോൻ തോട്ടിൽ ഒഴുക്കി കളയാറുണ്ട്. 22-ാം അധ്യായത്തിലെ പ്രധാന വാക്യം, അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല എന്നുള്ളതാണ്. അത് 22-ാം വാക്യമാണ്. ആ വാക്യം എല്യാക്കീമിനെ കുറിച്ചാണ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എങ്കിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചായിരുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂതിൽ യേശുവിന്റെ വിശേഷണമായി പറഞ്ഞിരിക്കുന്നത്. അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല എന്നുമാണ്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ച് ഉള്ള ഒരു അധ്യായമാണ് ഈ 22-ാം അധ്യായം. അതിൻ്റെ 2-ാം വാക്യത്തിൽ ഉല്ലസിത നഗരമെന്നും കോലാഹലവും ആരവ പൂർണ്ണതയുമുള്ള നഗരമെന്നും പറയുന്നുണ്ട്. അത് യെരുശലേമിന് ചേരും. യഹൂദയ്ക്കെതിരെ അശൂരിൻ്റെ പടയൊരുക്കമാണ് ഇവിടുത്തെ വിഷയം. 6-ാം വാക്യത്തിൽ കീർ പരിച എന്ന് കാണുന്നതും ഏലാം കാലാളെന്ന് കാണുന്നതും അശൂർ സൈന്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അശൂർ സൈന്യം രഥങ്ങളോട് കൂടെ വന്ന് വളഞ്ഞ കാലത്ത് യഹൂദയിൽ ചിലർ രക്ഷപ്പെടാനായി വീടിന് മുകളിലേക്ക് ഓടിക്കയറി. ആ കാര്യമാണ് 1-ാം വാക്യത്തിൽ പറയുന്നത്. ചിലർ മലകളോട് നിലവിളിക്കാൻ മലകളുടെ അടുത്തേക്കും പാറകളുടെ വിടവുകളിലേക്കും ഓടാനിടയായി. എന്നാൽ എല്ലാവരും ബദ്ധരാക്കപ്പെട്ടു എന്നാണ് 3-ാം വാക്യം പറയുന്നത്. സൈന്യം വളഞ്ഞപ്പോഴാണ് യഹൂദ ആയുധം തിരയാൻ ശലോമോന്റെ വനഗൃഹത്തിലേക്ക് പോയത്, അല്ലെങ്കിൽ തിരിഞ്ഞത്. അപ്പോഴാണ് മതിലിന്റെ ഇടിവുകളുടെ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോഴാണ് വെള്ളം സൂക്ഷിക്കാൻ പട്ടണത്തിൽ ഡാം വേണം എന്ന് ചിന്തിക്കാൻ ഇടയായത് എന്ന് 7 മുതൽ 11 വരെ വാക്യങ്ങളിൽ നാം വായിച്ചു. മാനസാന്തരപ്പെടാൻ ദൈവം തന്റെ ദാസരിലൂടെ സന്ദേശം നൽകിയപ്പോൾ യഹൂദ തിന്നാനും കുടിക്കാനും ആനന്ദിക്കാനും ആണ് സമയം കണ്ടെത്തിയത് എന്ന് 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. അതുകൊണ്ട് ഇനി അവർക്ക് വിടുതലില്ല. യഹൂദ രാജാവിന്റെ ഭണ്ഡാര വിചാരകനെ പ്രവാചകൻ വിളിച്ചിട്ട് പറഞ്ഞത്, നീ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട് അന്യദേശത്ത് മരിച്ചടക്കപ്പെടും. നീ ഉണ്ടാക്കിയ കല്ലറ പ്രയോജനപ്പെടുകയില്ല. നിനക്ക് പകരം ഹിൽക്കിയാവിന്റെ മകൻ എല്യാക്കീമിനെ നിയമിക്കും എന്ന് ആയിരുന്നു. 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. എല്ലാവരും പിടിക്കപ്പെടും. അവര് അശൂരിന്റെ അടിമകളാകും. യഹൂദ ബാബേലിന്റെ അടിമകളാകും. ഇതൊക്കെയാണ് നാം ഈ അധ്യായത്തിൽ കണ്ടത്. എന്നാൽ അവസാന വാക്യത്തിൽ ഇസ്രായേലിന് ഉണ്ടാകുന്ന വിടുതൽ ദൈവരാജ്യത്തിന്റെ നിഴലായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമുക്കായി ദൈവരാജ്യത്തിന്റെ താക്കോൽ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കർത്താവ് തുറന്നു തരും. പിന്നെ അതാരും അടയ്ക്കുകയില്ല. അതാണ് അതിൻ്റെ ഒരാശയം. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ആത്മീകമായ സ്വസ്ഥത പ്രാപിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ അനുഭവം അനുഭവിപ്പാൻ കർത്താവ് എവരെയും സഹായിക്കട്ടെ. യേശു പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. യേശുവിനെ നമ്മെ രക്ഷിക്കാൻ വന്ന് നരകമേറ്റ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് ആത്മീകമായ ദൈവരാജ്യം അപ്പോൾ തന്നെ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുവരെ കർത്താവിനെ കൈക്കൊണ്ട് ഈ അനുഗ്രഹം അനുഭവിപ്പാൻ സാധിക്കാത്തവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവിനായി ഹൃദയം കൊടുക്കുവാൻ ദൈവം നിങ്ങൾക്ക് ബുദ്ധി തരട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.